നമസ്കാരം. കേരളം ഏറെ സന്തോഷിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരാൻ പോകുന്നത്. എൻഫോഴ്സ്മെൻറ്റ് പിണറായി വിജയനെയും മകളെയും അതായത് വീണ വിജയനെയും മുഹമ്മദ് റിയാസിനെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. ഒരേ ടേബിളിന് അപ്പുറം ഇപ്പുറം ഇരുത്തി ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിൽ ഇതുവരെ കിട്ടിയ തെളിവുകളുടെ സത്യാവസ്ഥ ബോധ്യപ്പെടും. ആദ്യം ചെന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ പിണറായി വിജയനെ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ റിയാസിനെ ചോദ്യം ചെയ്യും. അപ്പോൾ തന്നെ നമ്മുടെ മകൾ വീണ വിജയനെയും ചോദ്യം ചെയ്യും. ആദ്യം പിണറായി വിജയനെ ചോദ്യം ചെയ്യുമ്പോൾ മറ്റു രണ്ടുപേരെ രണ്ട് ഭാഗത്തായിട്ടായിരിക്കും ഇരുത്തിക്കുക. അതിനുശേഷം പിണറായി വിജയനെ മാറ്റിയിരുത്തി മകളെ ചോദ്യം ചെയ്യും. അപ്പോഴും അവർ മൂന്ന് പേരും പരസ്പരം കാണില്ല. വീണ്ടും റിയാസിനെ ചോദ്യം ചെയ്യും. പിന്നീട് മകളെയും റിയാസിനെയും കൂടെ ചോദ്യം ചെയ്യും. പിന്നെ മകളെയും പിണറായി വിജയനെയും കൊണ്ട് ചോദ്യം ചെയ്യും. പിന്നീട് മരുമകനെയും പിണറായി വിജയനെയും കൊണ്ട് ചോദ്യം ചെയ്യും. പിന്നെ അവസാനം 3 പേരെയും കൊണ്ട് ചോദ്യം ചെയ്യും. അതായത് എൻഫോഴ്സ്മെൻറ്റ് കിട്ടിയ ഞെട്ടിക്കുന്ന തെളിവുകൾ അത്രമാത്രം ശക്തവുമാണ്, കൃത്യവുമാണ്. പിണറായി വിജയനെ ചോദ്യം ചെയ്യുക മാത്രമല്ല, ഈ 3 പേരെയും ഒരേപോലെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളിലേക്കാണ് എൻഫോഴ്സ്മെൻറ്റ് പോകുന്നത് എന്നുള്ള കൃത്യമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, മാസപ്പടി വിവാദം തുടങ്ങുന്നത് 2020-ലാണ്. ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു ഉത്തരവിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന PV കോടിക്കണക്കിന് രൂപ CMRL കമ്പനിയിൽ നിന്ന് വാങ്ങി എന്നുള്ള രേഖയുണ്ടായിരുന്നു. ഇതോടൊപ്പമാണ് 1.73 കോടി രൂപ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന വീണ വിജയൻ്റെ കമ്പനിയിലേക്ക്, അതായത് പിണറായി വിജയൻ്റെ മകളുടെ കമ്പനിയിലേക്ക് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് കൊടുത്ത വിവരവും പുറത്തു വരുന്നത്. പിണറായി വിജയൻ PV എന്ന് പറയുന്ന പേരിൽ പിണറായി വിജയനല്ല എന്ന് പറഞ്ഞെങ്കിലും PV എന്നത് പിണറായി വിജയനാണ് എന്ന് അതിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. പിണറായി വിജയൻ അതുമാത്രമല്ല, ഏകദേശം 5000 കോടിയോളം രൂപ ഈ കരിമണൽ കർത്തയിൽ നിന്നും വാങ്ങിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും ഇതിനകം തന്നെ പുറത്തു വന്നതിന് കാരണം, കരിമണൽ കർത്തയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ഇൽമിനേറ്റ് കിട്ടാൻ ഞങ്ങൾ എത്തിച്ചു തന്നോളാം, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ചവറയ്ക്ക് പോകേണ്ട വാഹനങ്ങളിൽ 2 വാഹനങ്ങളുണ്ട്, ഒന്ന് ഇവിടേക്ക് കടത്തിവിടും, ആലുവയ്ക്ക് ഒന്ന് ചവറയ്ക്ക് കടത്തിവിടും. ഈ രൂപത്തിൽ പോലീസ് സന്നാഹത്തോട് കൂടിയിട്ടാണ് കരിമണൽ എത്തിച്ചു കൊടുത്തിരുന്നത്. കരിമണൽ കർത്തയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മെറ്റീരിയൽ കിട്ടുക വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ കൈക്കൂലി കൊടുത്തിട്ടല്ലാതെ കിട്ടില്ല എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വിധത്തിലാണ് ബ്ലാക്ക്മെയിൽ ചെയ്ത് കോടിക്കണക്കിന് രൂപ പിണറായി വിജയൻ ഉണ്ടാക്കിയെടുത്തത്. അതോടൊപ്പം മകളെ കള്ളിയാക്കിക്കൊണ്ട് അവരുടെ കമ്പനിയിലേക്ക്, ഷെൽ കമ്പനിയിലേക്ക് പണം എത്തിച്ചത്. ഈ കിട്ടിയ പണത്തിൽ ഒരു ഓഹരി മുഹമ്മദ് റിയാസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയച്ചു. പല സ്ഥലങ്ങളിൽ സ്ഥലം വാങ്ങിക്കുട്ടി എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനിടയിലാണ് നേരത്തെ ക്രൈം തന്നെ പുറത്തുവിട്ട 10,000 കോടി രൂപയുടെ പിണറായി വിജയൻ്റെ വിദേശ നിക്ഷേപങ്ങളുടെ തെളിവുകൾ ക്രൈമിൻ്റെ കൈവശമുണ്ടായിരുന്നു. എന്നാൽ ഇത് കൈക്കിട്ടിയ ഉടനെ വീണ ജോർജിനെ കൊണ്ട് ഒരു കള്ളപ്പരാതി ഉണ്ടാക്കി എനിക്കെതിരെ കേസെടുക്കുകയും എന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത് അർദ്ധരാത്രി ഹാജരാക്കി ഇനി ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ പ്രകാരം ജയിലടപ്പിക്കുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ അപ്പോഴേ എനിക്ക് ജാമ്യം കിട്ടും കോടതിയിൽ ഹാജരാക്കിയാൽ. തുടർന്ന് അവർ ചെയ്തതെന്താണ്? എൻ്റെ വീടും ഓഫീസൊക്കെ റെയ്ഡ് ചെയ്ത് ഈ രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയി. പിണറായി വിജയന് കിട്ടിയ അനധികൃത സമ്പാദ്യത്തിൻ്റെ 10,000 കോടി രൂപയുടെ രേഖകളാണ് 2021 ഡിസംബർ 1 കടത്തിക്കൊണ്ടുപോയത്. അതുമാത്രമല്ല, അതിന് ശേഷം 5 വർഷമായിട്ട് പിണറായി വിജയൻ ഇതേപോലെ ഉണ്ടാക്കിയ പണത്തിൻ്റെ വഴികളെല്ലാം കണ്ടുപിടിക്കുകയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ്. ഇത് സംബന്ധിച്ച് ഷോൺ ജോർജ് തന്നെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് മകൻ്റെ ബാങ്കായ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ വീണ വിജയനും അതിലെ മുൻ ഭർത്താവിനും അക്കൗണ്ട് ഉണ്ടായിരുന്നു. അതിൽ ഇവിടെ നിന്ന് SNC ലാവലിൻ കമ്പനിയിൽ നിന്നും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിൽ നിന്നൊക്കെ കമ്മീഷൻ അവിടെ കൃത്യമായി വന്നിരുന്നു, കിക്ക് ബാക്കുകൾ വന്നിരുന്നു. അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ മകനും ഇതേപോലെ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. ഇതിലേക്ക് കോടികളാണ് വന്നിരിക്കുന്നത് എന്നാണ്. മാത്രമല്ല, പിണറായി വിജയൻ്റെ മകൻ്റെ പേരിൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടെന്നുള്ള വിവരവും അതിന് 3500 മുതൽ 6000 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ ഇതിനകം ആരോ എത്തിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ പിണറായി വിജയൻ കുടുംബം മുഴുവൻ, ആ തിരുട്ട് കുടുംബം മുഴുവൻ ജയിലിലേക്ക് പോകേണ്ട കൃത്യമായിട്ടുള്ള വഴികളാണ് ഇപ്പോൾ തുറന്നു വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ലാവ്ലിൻ കേസ് 8 വർഷമായി BJP അട്ടിമറിക്കുകയായിരുന്നു. അതേപോലെ തന്നെ
നയതന്ത്ര ബാഗേജിലൂടെ കടത്തിയ സ്വർണ്ണക്കള്ളക്കടത്ത് 33 തവണ സ്വർണം കടത്തിയെന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തൽ. ലൈഫ് മിഷൻ തട്ടിപ്പിൽ അവരെയാണ് കുടുക്കിയത്. യഥാർത്ഥ പ്രതി വീണ വിജയനാണ്. പിണറായി വിജയന് വേണ്ടിയിട്ടാണ് പണം തട്ടിയിട്ടുള്ളതെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അവരെ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കീഴിൽ അറസ്റ്റ് ചെയ്തപ്പോൾ ജയിലിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ അവർ കൊല്ലപ്പെട്ടാൽ ആരുടെയും പേരുകൾ പുറത്തു വരില്ല എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ്റെ തീരുമാനം. അതിനൊരു പോലീസ് ഓഫീസർ ചവിട്ടി മെതിച്ച് നഗ്നയാക്കി അവരെ ഉപദ്രവിച്ചു എന്നുള്ള കാര്യം പുറത്തു വന്നിരുന്നു. ഈ സന്ദർഭത്തിലാണ് കസ്റ്റംസിൽ നിന്ന് ക്രൈമിന് കിട്ടിയ വിവരപ്രകാരം അവരെ കൊല്ലാൻ വേണ്ടി പിണറായി വിജയൻ ശ്രമിക്കുന്നു ജയിലിൽ വെച്ച് എന്നുള്ള വാർത്ത പ്രസിദ്ധീകരിക്കുന്നത്. ഇത് മറുനാടൻ ഷാജൻ അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും വലിയ കോലാഹലങ്ങളും വന്നതോടെ പിണറായി വിജയൻ കുടുങ്ങുമെന്നുള്ള വിവരം വന്നതോട് കൂടിയിട്ടാണ് അതിന്ന് പിണറായി വിജയൻ പിന്മാറാൻ കാരണം. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവാദമായി മാറിയ കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട ഈ മാസപ്പടി വിവാദത്തിൽ യഥാർത്ഥത്തിൽ CMRL കമ്പനി നിരപരാധികളാണ്. അവർക്കൊരു കമ്പനി കൊണ്ടു നടക്കണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് പിണറായി വിജയനെ പോലുള്ള മാഫിയ തലവന്മാരായ ഭരണാധികാരിക്ക് വഴങ്ങിക്കൊടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു തരി പോലും അവർക്ക് കരിമണൽ കിട്ടില്ല, അതിൽ അലുമിനിയേറ്റും കിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം വരുന്നത് പിണറായി വിജയൻ ഇവിടെ നിന്ന് കരിമണൽ കടത്തി വിദേശത്തേക്ക് കടത്തിയെന്നും അത് അവിടെയുള്ള വിദേശത്തുള്ള തീവ്രവാദികളുമായി സംസാരിച്ചെന്നുമുള്ള ചില വിവരങ്ങൾ. ഇതിനെ സംബന്ധിച്ച് ഷോൺ ജോർജ് വളരെ വ്യക്തമായി പരാതി കൊടുത്തിട്ടുണ്ട്. ഷോൺ ജോർജ് തന്നെ പറയുന്നത് തോറിയമടക്കമുള്ള മെറ്റീരിയൽ, വില കൂടിയ മെറ്റീരിയൽ ഇതിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ന്യൂക്ലിയർ ബോംബടക്കം ഉണ്ടാക്കാനുള്ള മെറ്റീരിയലാണ് വിദേശത്ത് ഈ തരത്തിലുള്ള തീവ്രവാദികൾക്ക് കൈമാറിയത് എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. നമുക്കറിയാം, പിണറായി വിജയൻ നേരത്തെ ദാവൂദ് ഇബ്രാഹിം അടക്കമുള്ള ആളുകളുമായി രഹസ്യ സംഭാഷണം നടത്തിയെന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അദ്ദേഹം അതിനു വേണ്ടിയിട്ടാണ് UAE-യിലും അതേപോലെ അമേരിക്കയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തത് എന്നുള്ള ആരോപണങ്ങളും വന്നിരുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരുള്ള കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി സിംഗപ്പൂരിൽ പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ മകൻ 3 വർഷം അവിടെ പ്രവർത്തിച്ചത്. ഈ കാര്യം ഷാജഹാൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ അങ്ങനെ ഒരു കമ്പനിയേ ഇല്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഞാൻ പരാതി കൊടുത്തപ്പോൾ ആ കമ്പനി എക്സാലോജിക് സൊല്യൂഷനെ പോലെ പൂട്ടുകയും വർഷങ്ങൾ കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു കമ്പനിയെ ഇപ്പോൾ നിലവിലില്ല എന്നാണ് പറഞ്ഞത്. മുമ്പ് കമ്പനി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവർ പറയുന്നില്ല. ഈ വിധത്തിൽ പിണറായി വിജയന് എല്ലാ സഹായങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റും BJP-യും ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഇതുവരെ രക്ഷപ്പെട്ടത്. എന്നാൽ ഭരണം മാറിയതോടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള സ്ലോഗാൻ ഇനി വിജയിക്കില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി BJP-ക്ക് വളരാൻ പിണറായി വിജയനെയും മകനെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കിയതോടെ ആ വഴിക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ മുഹമ്മദ് റിയാസിനെയും കൊടുക്കാനുള്ള പരിപാടികളാണ് കൃത്യമായി എൻഫോഴ്സ്മെൻറ്റ് നീക്കുന്നത്. അതിനുള്ള തെളിവുകളും അവർക്ക് വ്യക്തമായ തെളിവുകളും കിട്ടിയിട്ടുണ്ട്. SFIO കൊടുത്ത 134 രേഖകൾ മാത്രമല്ല, വീണ വിജയൻ്റെ വീടും പിണറായി വിജയൻ്റെ വീടും എല്ലാം റെയ്ഡ് ചെയ്തപ്പോൾ കിട്ടിയ ഞെട്ടിക്കുന്ന തെളിവുകളും അതിന് വഴിമരുന്നുകളായിട്ടുണ്ട്. മാത്രമല്ല, ഷോൺ ജോർജ് വളരെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. നന്ദി, നമസ്കാരം.